ഹായ് ഓൾ, ഹോപ്പ് യു ആർ ഫൈൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനെ കുറിച്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എന്താണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറഞ്ഞത്? ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിസരണം. എത്രത്തോളം അത് വിസരിച്ച് പോയിട്ടുണ്ട്, സെപ്പറേറ്റഡ് ആയി പോയിട്ടുണ്ട്. സെൻട്രൽ വാല്യൂ കണ്ടെത്തുന്നതാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി അല്ലേ, നമ്മൾ പഠിച്ചതാണ്. ആ സെൻട്രൽ വാല്യൂവിൽ നിന്ന് എത്രത്തോളം മറ്റ് വാല്യൂസ് ഡിസ്പേഴ്സ്ഡ് ആയി പോയി എന്നാണ് നമ്മൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിൽ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് നമ്മുടെ യൂണിറ്റ് 10 ആയിട്ടുള്ള കോറിലേഷൻ അനാലിസിസ്. കോറിലേഷൻ പേര് പോലെ തന്നെ റിലേഷൻ ചെക്ക് ചെയ്യാണ്. രണ്ട് വേരിയബിൾസ് തമ്മിലെടുത്തിട്ട് അവർ തമ്മിലുള്ള റിലേഷൻ, അവർ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെയാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? നമ്മൾ സ്റ്റാർട്ടിങ് എവിടെയായിരുന്നു? നമ്മൾ ഡാറ്റ കളക്ഷനിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുവരെ നമ്മൾ നമ്മുടെ ഇന്ത്യൻ എക്കോണമിയുടെ കുറച്ച് പോർഷൻസ് ആണ് ആദ്യഘട്ടങ്ങളിൽ നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഡാറ്റ കളക്ഷനിലേക്ക് എത്തിയത്. അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡാറ്റ കളക്ഷൻ എങ്ങനെയാണ്. നമുക്കിപ്പോൾ ഒരു എക്കണോമിക്സിൽ നമുക്ക് പല പല സർവേസ് നടത്തേണ്ടി വരും അല്ലേ, പല കാര്യങ്ങളിൽ സർവേ നടത്തേണ്ടി വരും. അപ്പം അന്ന് നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. ഒരു ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിലെ ജലക്ഷാമം എത്രത്തോളമാണെന്ന് നമ്മൾ അതിനെക്കുറിച്ച് സർവേ നടത്താൻ പോവുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് സമയത്താണ് പോവുക? ആ ജലക്ഷാമം നേരിടുന്ന സമയം, ആ വേനൽക്കാലം, ആ സമയത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി നല്ലൊരു ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റ നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ സർവേ ഒക്കെ നടത്തി നമുക്ക് ഡാറ്റയൊക്കെ കിട്ടി കയ്യിലുണ്ട്. അപ്പോൾ ഓരോ വ്യക്തികളുടെ സെപ്പറേറ്റ് പേപ്പറിലാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് മാത്രം നമുക്ക് ഡാറ്റ ആവോ? ഇല്ല അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം? അത് അനലൈസ് ചെയ്യണം. അത് പല മെത്തേഡിൽ അനലൈസ് ചെയ്യാന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. പ്രൈമറി ഡാറ്റയിലൂടെ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാം, സെക്കൻഡറി ഡാറ്റയിലൂടെ ഉണ്ട്. ഇനി നമ്മൾ എങ്ങനെ ഇത് അനലൈസ് ചെയ്യുന്നത്? നമുക്ക് ടേബിൾ വേണമെങ്കിൽ ടേബിളിൽ പ്രസന്റ് ചെയ്യാം, ഗ്രാഫ് രൂപത്തിൽ വേണമെങ്കിൽ ഗ്രാഫായിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസുകളായിരുന്നു. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, അതുപോലെ തന്നെ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ അല്ലേ. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനിൽ നമ്മൾ റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇതൊക്കെ നമുക്ക് എന്തിനു ഉപയോഗിക്കാം? നമ്മുടെ ഡാറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം അല്ലേ. ആവറേജ് എത്ര ആൾക്കാരാണ് ജലക്ഷാമം നേരിടുന്നത്, നമുക്ക് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി അവിടെ അപ്ലൈ ചെയ്യാം. നമ്മുടെ അരിതമെറ്റിക് മീൻ നമുക്ക് അവിടെ ഉപയോഗിക്കാം. ഓക്കെ, അപ്പം അതേപോലെ ഉപയോഗിക്കാൻ പറ്റാവുന്ന മറ്റൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളാണ് എന്തെന്ന് പറയുന്നത്? കോറിലേഷൻ അനാലിസിസ്. എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിലെ അവിടുത്തെ ജനങ്ങളുടെ ജലക്ഷാമം അല്ലെ, അവരുടെ ജലക്ഷാമവും അവരുടെ പ്രധാനപ്പെട്ട ജലസ്രോതസ്സുകളും തമ്മിലുള്ള ഒരു റിലേഷൻ നമുക്ക് നോക്കാം ഇല്ലേ. അതുപോലെ ഒരു റിലേഷൻ ഉണ്ടായിരിക്കുമല്ലോ. ജലസ്രോതസ്സുകൾ എങ്ങനെയാണ്, അതിനനുസരിച്ച് നമുക്ക് അവിടുത്തെ ജലക്ഷാമത്തെ കുറിച്ച് നമുക്കൊരു റിലേഷൻ കണ്ടെത്താൻ പറ്റും.